ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു മൂവി ക്ലിപ്പിനെ കാർട്ടൂണിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന്. ഇത് ഏറ്റവും അധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ലോങ്ങോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് യൂട്യൂബിലോ അല്ലെങ്കിൽ റീൽസോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാം. ഒരുപാട് ആൾക്കാർ ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഡെമോ കണ്ടിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ മൂവി ക്ലിപ്പിനെ കാർട്ടൂണിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന്. ഒരു വാട്ടർമാർക്കും വരില്ല, 100% ഫ്രീ ആണ്. അതുകൂടാണ്ട് നിങ്ങൾക്ക് ഏത് തരത്തിലെയും കോപ്പിറൈറ്റ് ഇഷ്യൂസും ഇതിൽ വരില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ പറഞ്ഞു തരുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം. ഏറ്റവും ആദ്യം നിങ്ങൾ ഗൂഗിളിൽ പോകണം. എന്നിട്ട് അവിടെ എഴുതണം വണ്ടർഷെയർ AI ലാബ്. നിങ്ങൾക്ക് ഇവിടെ ഈ ഫസ്റ്റ് ലിങ്ക് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഡയറക്റ്റ് ഈ പേജിലേക്ക് വരും. സൈൻ ഇൻ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാൻ സൈൻ ഇൻ ചെയ്യാണ്ട് തന്നെ എനിക്ക് കാര്യം ഇവിടെ വർക്കൗട്ടായി. ഇവിടെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എന്ന ഓപ്ഷൻ കാണാം. ഈ സംഗതികൾ നിങ്ങൾക്ക് മൊബൈലിൽ നിന്നും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ PC അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിന്നും ചെയ്യാം. പ്രൊഡക്റ്റിൻ്റെ മുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻ കാണാം. ഏറ്റവും മൂന്നാമത്തേതാണ് വീഡിയോ ടെക്. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എഴുതിയിട്ടുണ്ട് വീഡിയോ കാർട്ടൂണൈസർ. ഇതിൻ്റെ മുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യണം. ഈ പ്രോസസ്സിങ് നിങ്ങൾ ക്യാൻസൽ ചെയ്യണം. താഴെ കുറച്ച് ഡെമോ വീഡിയോസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എന്താണോ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ചെയ്യാം. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. യൂട്യൂബിൽ ഒരുപാട് ഷോർട്സ് വീഡിയോസ് ഉണ്ടാകും. മൂവീസിനെ സംബന്ധിച്ചുള്ള റീൽസ് ഉണ്ടാവും, ട്രെയിലേഴ്സ് ഉണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ക്ലിപ്പ് മാറ്റി എടുക്കുക. അതുകൂടാതെ കുറേ അൺഒഫീഷ്യൽ വെബ്സൈറ്റ്സ് ഉണ്ട്. അതിനെ ഞാൻ റിക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ നിങ്ങൾക്കറിയാം, അവിടെ നിന്ന് നിങ്ങൾ മൂവീസ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഏതാണോ ബെസ്റ്റ് സീൻസ് എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ എടുക്കുന്ന മൂവീസിൻ്റെ സീൻസ് 50 MB മുകളിൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെ MP4 ഫോർമാറ്റ് ആയിരിക്കണം. ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ 10 മുതൽ 12 സെക്കൻഡ്സിൻ്റെ വീഡിയോസാണ് എടുക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ ക്ലിപ്സ് കാർട്ടൂണിലേക്ക് കൺവേർട്ടായി കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഒരു ലോക്കൽ ഫയൽ ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഒറിജിനൽ ക്ലിപ്പ് സെലക്ട് ചെയ്യുക. 80% എത്തുന്നവരെ നിങ്ങൾക്ക് തോന്നിയത് വളരെ സ്പീഡായിട്ടാണ് ആവുന്നത് എന്ന്. ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ആയതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും ഇത് വീഡിയോ പ്രോസസ്സിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറയാൻ വന്നത് 80% വരെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നിങ്ങൾ കുറച്ച് നേരം കാത്തിരിക്കേണ്ടതുണ്ട്. ചില സമയത്ത് 5 മുതൽ 10 മിനിറ്റ് വരെ എടുക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് കംപ്ലീറ്റ് ആവുന്ന സമയം കൊണ്ട് നിങ്ങൾ സൂപ്പർ ടെക്കി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഈ ചാനലിൽ വന്ന് ഇവിടെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഔട്ട്പുട്ടിൽ നിന്ന് എഴുതിയിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രിവ്യൂ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ താഴെ ഇവിടെ ഡൗൺലോഡിൻ്റെ ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ ഉടൻ എൻ്റെ ഫയൽ ഇവിടെ ഡൗൺലോഡായി. ഒരു പ്രാവശ്യം ഞാനിത് ക്ലിക്ക് ചെയ്ത് കാണിക്കാം എൻ്റെ ഫയൽ എങ്ങനെയാണ് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുള്ളത് എന്ന്. ഇത് തന്നെയാണ് ഞാൻ നിങ്ങളെ സ്റ്റാർട്ടിങ്ങിൽ ഡെമോ ആയിട്ട് കാണിച്ചു തന്നത്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഈ വീഡിയോ എടുത്തവരെ കണ്ടവർക്കാണ് ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നത്. ഈ വീഡിയോ നേരത്തെ സ്കിപ്പ് ചെയ്തവർക്ക് കുറച്ച് നഷ്ടങ്ങൾ സംഭവിക്കും. ഏത് മൂവി ക്ലിപ്പിനും നിങ്ങൾ എടുത്തിട്ട് കാർട്ടൂണിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരാം. ഏറ്റവും ആദ്യം നിങ്ങളുടെ അടുത്തൊരു വീഡിയോ എഡിറ്റർ ഉണ്ടാവണം. അത് മൊബൈൽ ഫോണിലായാലും ശരി, അല്ലെങ്കിൽ ലാപ്ടോപ്പിലായാലും ശരി. ആ എഡിറ്റർ ഓപ്പൺ ചെയ്യുക. ഈ മൂവി ക്ലിപ്പിനെ നിങ്ങൾ വീഡിയോ എഡിറ്ററിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് നിങ്ങൾ ആ മൂവീൻ്റെ ഓഡിയോ മ്യൂട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങളെ വോയിസ് ഓവർ ചെയ്യണം. വോയിസ് ഓവർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സൗണ്ടും പിന്നെ നിങ്ങളെ ആ ലാംഗ്വേജ് എല്ലാം വളരെ സിമ്പിളായിട്ട് ഈ ലാംഗ്വേജ് യൂസ് ചെയ്യണം. നല്ല തമാശ രൂപത്തിലും പിന്നെ കേൾക്കുന്നവർക്ക് നല്ല സുഖം തോന്നുന്ന തരത്തിൽ വേണം വോയിസ് ഓവർ ചെയ്യാൻ. എന്നാലേ നിങ്ങൾക്ക് വ്യൂസ് വരുള്ളൂ. കാർട്ടൂണിൽ കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് വോയിസ് ഓവർ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തരത്തിലെ ഇഷ്യൂസും വരില്ല. ആരാണോ തുടക്കത്തിൽ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്തതെന്ന് വെച്ചാൽ അവർക്ക് ഈ ബുദ്ധിമുട്ട് എന്തായാലും വരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്